ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ യക്നി പുലാവാണ് കേട്ടോ. അഖ്നി പുലാവ് വേറെ ഉണ്ട്, ഇത് യക്നി പുലാവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ. അതായത് ഇവിടുത്തെ സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലത്തെ അരി നമുക്ക് എപ്പോഴും തരാറുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെ ഉണ്ടാക്കാൻ വേണ്ടത് നോക്കാം. ഞാൻ ഒരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 ഉരുളൻകിഴങ്ങ്, ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ച മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് എടുത്തേക്കണു. അതുപോലെ തന്നെ പട്ടയുടെ ഇല ഉണ്ടല്ലോ അതെടുത്തു. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ അതൊക്കെ. പിന്നെ പുതിന എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. ഇത്രയും സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അരിയും വേണം. 1 കിലോന് അരിയുടെ സാധനങ്ങളാണ് കേട്ടോ. അത് 1 കിലോന് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ ആദ്യം കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് ലേശം എണ്ണ പറഞ്ഞതിന് ശേഷം ജീരകമാണ് കേട്ടോ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം ജീരകം എടുക്കുന്നുണ്ട്. 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല. അപ്പോൾ പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ വെല്ലുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. വെല്ലുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ചൊന്നും പോരാ, നല്ല ഫുള്ളായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ നിറം മാറുവോളം വഴറ്റിക്ക് എടുക്കണം കേട്ടോ. ചിലവരൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലിട്ട് അടിക്കും കേട്ടോ. കുക്കറിലിട്ട് അടിക്കരുത്, കാരണം വെള്ളം കൂടും കേട്ടോ. ഞാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലിട്ട് അടിക്കലാണ്. പക്ഷേ ഇതിൽ ഞാൻ കുക്കറിലിട്ട് അടിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇനി അതിലേക്ക് നമ്മൾ ഇടുന്നത് തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി അതുപോലെ തന്നെയാണ് നല്ലോണം വഴറ്റി കൊടുക്കുക. ഞാൻ നല്ലോണം വഴറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ പേസ്റ്റ് പോലെ അതിൻ്റെ തോല് വേറിടുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളിക്ക് കുഴപ്പമില്ലല്ലോ, ഉള്ളിക്ക് ആ ഒരു പച്ചമണം വരുകൊണ്ടാണ് നല്ലോണം വാട്ടിയെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ക്യാപ്സിക്കവും പച്ചമുളകും ഒപ്പം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒരുമിച്ച് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉരുളൻകിഴങ്ങാണ് കേട്ടോ ഇതിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഉരുളൻകിഴങ്ങ് ഞാൻ 3 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ഇഷ്ടമല്ലെങ്കിൽ 1-2 എടുത്തോളാം. അതല്ലെങ്കിൽ കുട്ടികളൊക്കെ കഴിക്കണവരുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തോളാം കേട്ടോ. ഞാൻ കുട്ടികളൊക്കെ നല്ലോണം ഉരുളൻകിഴങ്ങ് കഴിക്കും. ഇതിലിട്ട ഉരുളൻകിഴങ്ങിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് 3 ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഒന്നും കൂടി വലിയ പീസുകളാണ് ഒന്നുകൂടി നല്ലത്. ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാവുകൊണ്ട് നമുക്ക് വലിയ പീസ് ചിക്കനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഉള്ള ചിക്കൻ കൊണ്ടാണ് വെച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കനും ആ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഗരം മസാല 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ചിട്ട് 2 വിസിലടിക്കണം കേട്ടോ. 2 വിസിലടിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. നന്നായിട്ട് വെന്തുടഞ്ഞ് ഉരുളൻകിഴങ്ങ് എല്ലാം വെന്തിക്കണം കേട്ടോ. അതാ തുറക്കുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ. അത് ഈ ഒരു മണമാണ് നമ്മുടെ ചോറിനും ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടോ. ഈ ഒരു മസാല, ഈ ഒരു വെള്ളത്തിൽ ഈ മസാലയിലുമാണ് നമ്മൾ ചോറ് വെക്കുന്നത്. വേറെ നമ്മളൊന്നും ഇടുന്നില്ല കേട്ടോ. അതൊക്കെ ഒരു കുരുമുളക് മാത്രമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ വെക്കാനുള്ളത് ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തേക്ക് നമ്മൾ ഈ ചിക്കനും ഇതും ഫുള്ള് കുക്കറിൽ നിന്ന് അങ്ങനെ കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ അത് അതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. കണ്ടോ, ചിക്കന് നന്നായിട്ട് ഉടഞ്ഞിതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കന് സത്യം പറഞ്ഞാൽ ചിക്കൻ ഇതിന്ന് ഒരു പീസായിട്ടൊന്നും നമുക്ക് ശരിക്ക് തിന്നാൻ വേണ്ടിയിട്ട് കിട്ടൂല കേട്ടോ. ഇങ്ങനെ ഉടഞ്ഞ് കിടക്കുന്നതായിരിക്കും. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റൈസിന്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു അരിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ബിരിയാണി അരി എടുക്കുക. ഇപ്പോൾ ജീരക അരി പറയും കേട്ടോ ഇവിടെ ഒരു അരി. ആ അരിയാണ് കേട്ടോ ഒരു വെക്കൽ. നമുക്കത് കടയിൽ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ ജീരകത്തിൻ്റെ അത്ര വലുപ്പമുള്ളൂ കേട്ടോ. ഇത് ആ അരിയല്ല. അപ്പോൾ അരിയുടെ ഒരു ടേസ്റ്റ് നല്ല പറയുന്നത്, കാണാനൊരു ഭംഗി ആ അരി ആവുമ്പോഴായിരുന്നു. ഇപ്പോൾ ഈ അരി എടുത്തോണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റൊക്കെ ഒരേപോലെയാണ്. കാണാനൊന്നും കൂടി രസം ആ അരിയായിരുന്നു. അപ്പോൾ ജീരകത്തിൻ്റെ അരി കിട്ടുമെങ്കിൽ അത് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അരി കഴുകിയിട്ട് അരി ഇട്ട് കൊടുത്തു കേട്ടോ. ആ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ആ അരി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. തൈര് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ചിക്കനിൽ ഉണ്ടായിരുന്ന വെള്ളം മൊത്തം നമ്മൾ എടുക്കണം കേട്ടോ. അത് ഏകദേശം നമ്മൾ 1 കിലോന് അരിയുടെ പാത്രത്തിന് 1 പാത്രം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ചിക്കനൊക്കെ നമ്മളൊരു തുള്ളി വെള്ളം പോലും വെക്കാതെയാണ് കേട്ടോ ചിക്കന് വേവിച്ചെടുത്തിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്ത വെള്ളം എന്ന് വെച്ചാൽ തൈര് ആ 1 കിലോന് നമ്മൾ 2 പാത്രം അളവിനുള്ള വെള്ളം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ 1 പാത്രം അളവിനുള്ള ഓൾറെഡി വെള്ളം നമ്മളെ ചിക്കനിലുണ്ടായിരുന്നു. രണ്ടാമത് വേണ്ട നമ്മളെ വെള്ളം
നമ്മൾ തൈരാണ് പാർന്നു കൊടുക്കുന്നത്, അല്ലാതെ വേറെ എക്സ്ട്രാ ഒരു വെള്ളയും നമ്മളതിൽ പാരണില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വറ്റിച്ചിട്ട് ഇതാ ദമ്മാക്കി എടുത്തിട്ടുണ്ട്. ഫുഡൊക്കെ വെന്തു. പിന്നെ നമുക്ക് ലേശം മല്ലിച്ചപ്പൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ അടച്ചു വെച്ചു കേട്ടോ. ഇതാ അടച്ചു വെച്ചിട്ട് ഇതാ തുറന്നൊരു സീനാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫുഡ് ഉണ്ടാക്കാൻ. നല്ല സിമ്പിളാണ് കേട്ടോ. ഒരുപാട് തിരക്ക് പിടിച്ച പണികളൊന്നും ചെയ്യാനല്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതാ അതിൻ്റെ ഉരുളൻകിഴങ്ങൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ചിക്കൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബിരിയാണി ചുരുക്കമാണ് ഉണ്ടാക്കല്, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ബിരിയാണി മാത്രം കഴിച്ചാൽ പോലും വ്യത്യസ്തമായ ടേസ്റ്റും നോക്കണത് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.